ഷാഫി പറമ്പിൽ നമ്മൾ വിചാരിച്ചതുപോലെ ആള് പുലിയാണ്. കഴിഞ്ഞ ദിവസം വർഗീയവാദികളുടെ വോട്ടുകളൊന്നും വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം അവരുടെ വോട്ടിൻ്റെ ബാങ്കാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിപ്പിച്ചത് എന്നത് പച്ച പരമാർത്ഥമായിരിക്കുക. അതായത് SDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിലെ മറ്റ് വിഭാഗങ്ങളുടെയും ഒക്കെ വോട്ടുകൾ 20% വോട്ട് കിട്ടിയത് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ഒരു തിളക്കമാർന്ന വിജയം കൈവരിച്ചതെന്ന് ഷാഫിക്ക് നന്നായി അറിയാം. ഷാഫിയും അതേ സമുദായക്കാരനൊക്കെയാണല്ലോ, ഷാഫി പറമ്പിലിന് അറിയാം. പക്ഷേ ഷാഫി പറയുന്നത് ഒരു വർഗീയ കക്ഷികളുടെയും വർഗീയ ഛിദ്രശക്തികളുടെ ഒന്നും വോട്ടുകൾ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നൊക്കെ പറയുമെങ്കിലും ഷാഫിയുടെ ഇപ്പോഴത്തെ മനസ്സിലിരിപ്പ് മറ്റൊന്നാണ്. അതായത് വരത്തനെ ഇറക്കി മണ്ഡലം നിലനിർത്താൻ തനിക്ക് കഴിയുമെങ്കിൽ, വരത്തൻ എന്ന് പറഞ്ഞാൽ പത്തനംതിട്ടക്കാരനാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ, അദ്ദേഹത്തെയാണല്ലോ അവിടെ കൊണ്ട് നിർത്തി മത്സരിപ്പിച്ച് വിജയിപ്പിച്ചത്. ഷാഫി പറമ്പിലിൻ്റെ നോമിനിയാണെന്ന് പൊതുവെ എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തു. VD സതീശൻ്റെ ഒത്താശയോടുകൂടി ഷാഫി പറമ്പിൽ നിർത്തിയ നോമിനിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കാരണം എം പി പദം ഉപേക്ഷിച്ച് തിരിച്ചു വരുമ്പോൾ തൻ്റെ മണ്ഡലം സുരക്ഷിതമായ ഒരു നോമിനിയുടെ കയ്യിൽ കൊടുക്കണമല്ലോ, അതിനുവേണ്ടി ഏൽപ്പിച്ചതാണ് ഇതെന്നാണ് പൊതുവെ രാഷ്ട്രീയ കേരളം മനസ്സിലാക്കിയിരിക്കുന്നത്. ഷാഫിയുടെ മനസ്സിലെ ഇപ്പോഴുള്ള ചിന്ത എന്ന് പറയുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അപ്പോൾ പാലക്കാട് ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയാൽ എങ്ങനെ BJP-യുടെ വിമതരെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു മറ്റൊരു വാർത്തയിൽ. BJP-യുടെ വിമത സ്വഭാവം ഉയർത്തുന്നവരെ മാത്രമല്ല CPM-ലുമുണ്ട് അതൃപ്തർ. അബ്ദുൾ ഷുക്കൂറിനെ പോലുള്ള ആളുകൾ ഉണ്ട്, CPM-ൽ ഉണ്ട്. ഡോക്ടർ P. സരിനെ സ്ഥാനാർത്ഥിയാക്കിയതോടുകൂടി CPM-ലും പടലപ്പിണക്കങ്ങളും പൊട്ടിത്തെറികളും ഉള്ളിൽ നടക്കുന്നുണ്ട്. പക്ഷേ CPM ഒരു കേഡർ സ്വഭാവമുള്ള പാർട്ടി ആയതുകൊണ്ട് നേതാക്കൾ പരസ്യമായി വന്ന് ഒന്നും പറയുന്നില്ലെന്ന് മാത്രം. അതുകൊണ്ട് ഈ വിമത സ്വരം ഉയർത്തുന്ന ഇവരെ BJP കൗൺസിലർമാരെയും അതുപോലെ BJP നേതാക്കളെ മാത്രമല്ല CPM-ൽ വിമത സ്വരം ഉയർത്തിയ ആളുകൾ CPM-ൻ്റെ അടിച്ചമർത്തൽ രീതിക്കെതിരെ അടിമത്ത മനോഭാവത്തോടു കൂടി പാർട്ടിക്കുള്ളിൽ വീർപ്പുമുട്ടി കഴിയുന്ന ഏരിയ സെക്രട്ടറിമാർ, അതുപോലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ബ്രാഞ്ച് സെക്രട്ടറി തുടങ്ങിയ ആളുകൾ, അങ്ങനെ ഒരു വലിയ നിര തന്നെ CPM-നുണ്ട് പാലക്കാട്. അവരെ പതിയെ കോൺഗ്രസിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ പാലക്കാട് ജില്ല തന്നെ സേഫാകും. കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് ഒരിക്കലും പോകാത്ത തരത്തിൽ പാലക്കാട് ജില്ല മാറ്റിയെടുക്കാൻ കഴിയും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇത് ആവർത്തിക്കാനും കഴിയുമെന്നാണ് ഷാഫിയുടെ കണക്കുകൂട്ടൽ. ഷാഫി അതിന് കണക്കുകളും നിരത്തുന്നുണ്ട്. കാരണം സന്ദീപ് വാര്യർ വന്നതോടുകൂടി കുറേയധികം മാറ്റമുണ്ടായി മണ്ഡലത്തിൽ. അതായത് കോൺഗ്രസിന് കുറേയധികം നേട്ടങ്ങളുണ്ടായി. അതിന് എടുത്തു പറയുന്ന ഒരു ഘടകമെന്ന് പറഞ്ഞാൽ പല ബൂത്തുകളിലും ഏകദേശം 33 ബൂത്തുകളിൽ 100 വോട്ടിൽ താഴെ മാത്രമാണ് BJP-ക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞത്. ആലോചിച്ച് നോക്കുക, 33 ബൂത്തുകളിലാണ് ഇങ്ങനെ BJP-ക്ക് വോട്ട് കുറഞ്ഞു പോയത്, 100-ൽ താഴെ. അതിലിനി ബൂത്തുകളിൽ, അതായത് 13-ാം നമ്പർ ബൂത്തിൽ 100-ൽ താഴെയാണ് വോട്ട്. ബൂത്ത് നമ്പർ 35-ൽ കിട്ടിയ വോട്ട് എന്ന് പറഞ്ഞാൽ വെറും 9 വോട്ടാണ്. ബൂത്ത് നമ്പർ 35-ൽ കിട്ടിയ വോട്ട് വെറും 9 വോട്ടാണ്. ഇനി 102 ബൂത്ത് നമ്പർ 102A തുടങ്ങിയ ബൂത്തുകളിൽ BJP-ക്ക് കിട്ടിയ വോട്ട് വെറും 8ആണ്. 103-ാം നമ്പർ ബൂത്തിൽ കിട്ടിയ വോട്ട് വെറും 3 വോട്ടാണ്. അങ്ങനെ 4 ബൂത്തുകളിൽ 10-ൽ താഴെ വോട്ടുകൾ. 3 വോട്ട് കിട്ടിയ ബൂത്ത് ഞാൻ പറഞ്ഞല്ലോ, 103-ാം നമ്പർ ബൂത്തിൽ വെറും 3 വോട്ടുകളാണ് BJP-ക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞത്. അങ്ങനെ നോക്കുമ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നത് കോൺഗ്രസിന് ഭയങ്കരധികം ഗുണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതേ മാതൃകയിൽ സന്ദീപ് വാര്യരെ എങ്ങനെയാണോ കോയമ്പത്തൂരിൽ നിന്ന് രഹസ്യമാർഗം കേരളത്തിലെത്തിച്ച് കോൺഗ്രസിൽ ചേർത്തത്, അതുപോലെ തന്നെ CPM-ൽ വിമത സ്വരം ഉയർത്തി നിൽക്കുന്ന ആളുകൾ, അനിഷ്ടം അനുഭവിക്കുന്ന ആളുകൾ, അടിച്ചമർത്തപ്പെടുന്ന ആളുകൾ, ഇവരെ എങ്ങനെയെങ്കിലും മറുകണ്ഠം ചാടിച്ചാൽ, കോൺഗ്രസിലേക്ക് ചാടിച്ചു കഴിഞ്ഞാൽ ഇതല്ല ഫലം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ആ മുനിസിപ്പാലിറ്റി പിടിക്കാൻ കഴിയും. അതുപോലെ തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിലും ശക്തമായ കോൺഗ്രസ് കോട്ടയായി നിൽക്കും. അതുകൊണ്ടാണ് ഷാഫി പറമ്പിൽ വരത്തനെ ഇറക്കി മണ്ഡലം പിടിക്കാമെങ്കിൽ ഇനി ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തി ഈ ജില്ല മുഴുവൻ തന്നെ പിടിച്ചെടുക്കാനുള്ള ശ്രമവുമായി മുന്നോട്ട് പോകുന്നത്.